മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് 8ാമത്തെയാണ്. ഇതിന് മുൻപത്തെ എല്ലാ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബ്ലോഗ് ഉണ്ട്. ആ ബ്ലോഗിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റിച്ചിങ് ബുക്ക് പോലെ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ട്രൗസർ പാർട്ട് 1 കാൽക്കുലേഷൻ ആണ്. ലെങ്ത് 14 ഇഞ്ച്, സീറ്റ് 21 ഇഞ്ച്. 0 to 1 ലെങ്ത് പ്ലസ് 2.5 പ്ലസ് 1 ഇഞ്ച്. ലെങ്ത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3.5 ഇഞ്ച് ആഡ് ചെയ്തു, അപ്പോൾ 17.5 ഇഞ്ച് കിട്ടി. നമ്മളിവിടെ ഇലാസ്റ്റിക് ഞാൻ 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ 2.5 ഇഞ്ച് എടുത്തത്. 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും. അടുത്ത് 0 to 2 ഒന്നെങ്കിൽ നമുക്ക് വേസ്റ്റിൻ്റെ അളവെടുത്ത് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്താലും മതി. അല്ലെങ്കിൽ 0 to 2 സീറ്റ് ഡിവൈഡ് ബൈ 3 പ്ലസ് 1.5 ഇഞ്ച്. സീറ്റ് 21 ആണ്. 21/3 അപ്പം എനിക്ക് 7 കിട്ടി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്തപ്പോൾ എനിക്ക് 8.5 കിട്ടി. അതാണ് 0 to 2. അടുത്ത് 0 to 3 ബാൻഡ് 2.5 ഇഞ്ച്. ഞാൻ ഇലാസ്റ്റിക് 3/4 ഇഞ്ചിൻ്റെ ആണ് കൊടുക്കുന്നത്. അടുത്ത് 3 to 4 സീറ്റ് ഡിവൈഡ് ബൈ 3 പ്ലസ് 1 ഇഞ്ച്. സീറ്റ് 21 ആണ്. 21/3 ചെയ്യുമ്പോൾ 7 കിട്ടി. അതിനോട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് 8 ഇഞ്ച് കിട്ടി. അതാണ് 3 to 4. അടുത്ത് 4 to 5 സീറ്റ് ഡിവൈഡ് ബൈ 4 പ്ലസ് 1.5 ഇഞ്ച്. സീറ്റ് എനിക്ക് 21 ആണ്. അത് ഡിവൈഡ് ബൈ 4 ചെയ്തപ്പോൾ 5.25 കിട്ടി. അതിനോട് 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തു, അപ്പം അതിന് 6.25 കിട്ടി. അടുത്ത് 5 to 6 ഒന്നെങ്കിൽ നമുക്ക് ചെറിയൊരു കയറ് വരച്ചാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ സീറ്റ് ഡിവൈഡ് ബൈ 6 പ്ലസ് 2 സീറ്റ് 21 ആണ്. 21/6 ചെയ്യുമ്പോൾ 3.5 കിട്ടി. അതിനൂടെ 2 ചെയ്യുക, അപ്പം അതിനൂടെ 2 ആഡ് ചെയ്തപ്പോൾ എനിക്ക് 5.5 കിട്ടി. അതാണ് 5 to 6. എവിടെയാണ് 5.5 വരണതെന്ന് വെച്ചാൽ അവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരച്ച് നല്ലൊരു കയറ് വന്ന രീതിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 to 7 നമ്മൾ 1 ഇഞ്ച് അടി മടക്കി അടിക്കാൻ, അത് ഓൾറെഡി നമ്മൾ 0 to 1 നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് 8 to 9 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്യാനായിട്ട്. ഇത്രയാണ് നമ്മൾ ട്രൗസറിന്റെ കാൽക്കുലേഷനിൽ വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്